ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. അതുപോലെ തന്നെ നല്ല സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ ചാനൽ തുടങ്ങിയിട്ട് ഒരു 2 വീക്സ് ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സായി. അതിൻ്റെ നല്ല സന്തോഷത്തിലാണ്. ഇനിയും അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് അടക്കാം. ആദ്യം തന്നെ ബ്രഷ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. വൊമിറ്റിങ് ആ ഒരു ടൈമിലേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. പിന്നെ ഫേസ് നന്നായിട്ട് കഴുകി അതിനുശേഷം വെള്ളം കുടിച്ചതിന് ശേഷം വേറെ എന്തെങ്കിലും കഴിക്കത്തുള്ളൂ. കിച്ചണിലോട്ട് ചെന്നപ്പോൾ തന്നെ ഉമ്മച്ചി ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇടാമെന്ന് പറഞ്ഞ്. അങ്ങനെ തേയില തീർന്നിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചി തേയില പൊട്ടിച്ചിടുന്നതാണ് അതൊക്കെ കാണുന്നത്. ഉമ്മച്ചി അത് മൊത്തം ഇടത്തില്ല. ഏതൊരു സാധനവും ഉമ്മച്ചി കുറച്ച് ടിന്നിലിട്ടിട്ട് ബാക്കി അത് റബ്ബർ ബാൻഡ് ഇട്ട് ബക്കറ്റിൽ സൂക്ഷിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ പതിവ്. എല്ലായിടത്തും അങ്ങനെയാണോ ഒന്നും എനിക്കറിയത്തില്ല. അതിനുശേഷം ഇന്ന് ചായയുടെ കൂടെ കഴിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഉണ്ണിയപ്പമാണ്. ഉണ്ണിയപ്പം ഇന്നലെ ഉമ്മച്ചി ഉണ്ടാക്കിയതാണ്. ഇന്നലെ വാപ്പച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ ഉണ്ണിയപ്പവും പായസമായിരുന്നു ഇവിടുത്തെ സ്പെഷ്യൽ. പിന്നെ ഞാൻ ചായ കുടിക്കുന്നത് മിക്ക ദിവസങ്ങളിൽ സിറ്റൗട്ടിലിരുന്നാണ് ചായ കുടിക്കുന്നത്. എനിക്ക് സിറ്റൗട്ടിലിരുന്ന് ചായ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് നേരം പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ചായയൊക്കെ കുടിച്ച് പിന്നെ അങ്ങോട്ട് കിച്ചണിലോട്ട് കയറും. ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അരി ഉറട്ടിയും ചിക്കൻ കറിയുമാണ്. ഉമ്മച്ചിയാണ് വെക്കുന്നത്. ഞാൻ അരി ഉറട്ടിക്ക് വേണ്ടി ബൗൾ പിടിച്ചു കൊടുത്ത് ഉമ്മ അത് പരത്തി അത് ചുടുന്ന പരിപാടിയൊക്കെ ഉമ്മച്ചിക്കായിരുന്നു. പിന്നെ നമ്മുടെ ചിക്കൻ കറി അതെൻ്റെ നാത്തൂൻ്റെ സ്പെഷ്യലാണ്. ഇന്നും നാത്തൂൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറിയും ഉമ്മച്ചിയുടെ അരി ഉറട്ടിയുമാണ്. അങ്ങനെ അതൊക്കെയായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ഞാനും ഉമ്മച്ചിയും നാത്തൂനും ഞങ്ങൾ 3 പേര് വീട്ടിലുള്ളൂ. ഞങ്ങൾ 3 പേരും മിക്ക ദിവസങ്ങളിലും ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. അതിൻ്റെ കൂടെ കട്ടൻ ചായ ഇട്ടു. ഒരു കോമ്പിനേഷനാണ്. മുമ്പ് എനിക്ക് കട്ടൻ ചായ അത്ര ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ കട്ടൻ ചായ കുടിക്കാറുണ്ട്. അങ്ങനെ ഇതായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഫുഡ് കഴിഞ്ഞ് കുറച്ച് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി. ഇതെൻ്റെ ഉമ്മച്ചിയുടെ കൃഷിയാണ്. ഇത് വെണ്ടത്തൈ, പിന്നെ കുറച്ച് മുളകിൻ്റെ തൈയൊക്കെ ഉണ്ട്. അതിൽ കരിയിലൊക്കെ കിടന്നത് ഞാൻ എടുത്ത് കളഞ്ഞതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് എന്തിൻ്റെ തൈയാണെന്ന് മനസ്സിലാവുന്നൊരു കമൻറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് നേരം തൈകളും ചെടികളും എല്ലാം എന്തായി എന്നൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അതിനുശേഷം നമുക്കിന്ന് മെയിനായിട്ട് ചെയ്യാനുള്ള വേറൊരു ജോലി ഉണ്ടായിരുന്നു. അത്യാവശ്യം വലിയ ജോലി തന്നെയാണ്. അതായത് ഞാനും എൻ്റെ നാത്തൂനും ഞങ്ങൾക്ക് ചെറിയൊരു ക്രാഫ്റ്റിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ നമുക്കൊരു വെഡ്ഡിങ് കാർഡിൻ്റെ വർക്കുണ്ടായിരുന്നു. അത്യാവശ്യം ബൾക്ക് ഓർഡറാണ്. ഒരു 800 കാർഡ് സംതിങ് ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പണിപ്പുരയിലാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ആയുധങ്ങൾ. അത്യാവശ്യം വലിയ ഓർഡർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പേപ്പർ കട്ടർ ഓർഡർ ചെയ്തിരുന്നുണ്ട്. പക്ഷേ അത് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ അത് വരുന്നത് വരെ നോക്കിയിട്ടിരിക്കാനുള്ള ടൈം നമുക്കില്ലായിരുന്നു. ഇത് എത്രയും പെട്ടെന്ന് കൊടുക്കാനുള്ള ഓർഡറായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സിസർ യൂസ് ചെയ്തൊക്കെ അങ്ങ് കട്ട് ചെയ്തു. ഞാനും നാത്തൂനും ഉമ്മച്ചി എല്ലാവരും ഉണ്ടായിരുന്നു. കസിനൊക്കെ ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മച്ചി ഓറഞ്ച് ജ്യൂസും നട്ട്സും ഞങ്ങൾക്ക് കൊണ്ട് തന്ന്. അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചെറിയൊരു റിലാക്സേഷന് വേണ്ടി അതെല്ലാം കഴിച്ചു. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും കട്ടിങ് തുടർന്ന്. കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വർക്കുണ്ട്. നമ്മൾ അതേന്ന് പറഞ്ഞ് ഇരിക്കാതെ ഇത് എന്തായാലും പെട്ടെന്ന് തീരത്തില്ല. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു പണിയുണ്ട്, ക്ലീനിങ്, അതെല്ലാം ചെയ്യണം. അത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ നിർത്താവുന്ന പരിപാടി ഇട്ടുകൊണ്ട് നിന്നപ്പോഴത്തേക്കും ഉമ്മച്ചി അലുവയും ലഡുവും കൊണ്ടുവന്ന് അതൊക്കെ കഴിച്ച് ഇനി ഏകദേശം നിർത്തിയിട്ട് ഉച്ചത്തെ ഫുഡൊക്കെ കഴിക്കാനുള്ള പരിപാടിയാണ്. ഇരുന്നിരുന്ന് എല്ലാവരും നന്നായിട്ട് തളർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് കഴിക്കാൻ നേരത്തെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞാൻ ഫോണിൽ സംസാരിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ചോറ് പൂച്ചയ്ക്ക് കൊടുത്തു. ഇത് നമ്മൾ സ്ഥിരം അവിടെ ഉള്ളതാണ്. പിന്നെ അതിനുശേഷം കുറച്ച് ഓറഞ്ചൊക്കെ ആയിട്ട് ഞാൻ റൂമിലോട്ട് പോയി ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ഇത് കഴിച്ചിട്ട് കുറച്ച് നേരം ഞാൻ കിടന്ന് ഉറങ്ങി. അങ്ങനെ ഒരു 4-4:30 ആയപ്പോഴത്തേക്കും എണീറ്റു, നേരെ കിച്ചണിലോട്ട് പോയി. അപ്പോഴത്തേക്കും ഉമ്മച്ചി ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ചായയുടെ നമുക്ക് കഴിക്കാൻ ബുൾസയായിരുന്നു. അതിൽ ഞാൻ കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടാണ് കഴിക്കുന്നത്. കുരുമുളക് പൊടി എനിക്ക് കുറച്ച് കൂടുതൽ വേണം, അല്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. അതിൻ്റെ കൂടെ പിന്നെ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു രാവിലത്തെ. അങ്ങനെ അതെല്ലാം കഴിച്ച് വീണ്ടും സെയിം കട്ടിങ് പ്രോസസ്സിലോട്ട് പോയി. 2 ഡേയ്സ് കൊണ്ട് നമ്മൾ മൊത്തം ഇതിൻ്റെ പിറകിലാണ്. കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും മാത്രമേ ഇത് തീരത്തുള്ളൂ. ഇന്നത്തെ ദിവസം മൊത്തം ഇനി നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇത് എന്തായാലും ഒരു നൈറ്റ് കിടക്കുന്നത് വരെയും ഇത് ചെയ്യും. കുറച്ച് റെസ്റ്റ് എടുക്കും, കുറച്ച് ചെയ്യും, അങ്ങനെയാണ്.
അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്, ഒരു കുഞ്ഞു വീഡിയോ. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ, അതുപോലെ തന്നെ ഫസ്റ്റ് വോയിസ് ഓവർ വീഡിയോ ആണ്. അതുകൊണ്ട് അതിൻ്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളും പോരായ്മകളും ഉണ്ട്. എന്നാലും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതുപോലെ തന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യാൻ, ഏത് ഫോണിലാണ് യൂസ് ചെയ്യുന്നത്, മലയാളം എങ്ങനെയാണ് ഇതാക്കുന്നത്, പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എങ്ങനെ പെട്ടെന്ന് 1K സബ്സ്ക്രൈബേഴ്സ് ആയി, കുറച്ച് വീഡിയോ എല്ലാം ഇട്ടിട്ടുള്ളൂ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് വരും വീഡിയോകളിലൂടെ ഇൻഷാ അല്ലാഹ് പറയാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.